വൃശ്ചിക മാസത്തിൽ അയ്യപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ചില നക്ഷത്രക്കാർ. അവർ ആരെല്ലാം നോക്കാം. ആദ്യത്തേത് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രത്തിന് വലിയൊരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് ഈ വരുന്നത്. കുറേ കാലങ്ങളായി കുറേ കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും എല്ലാം അനുഭവിച്ചിരുന്ന ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഇനി പുരോഗതിയുടെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാലഘട്ടമാണ്. അയ്യപ്പസ്വാമി ഈ ഭരണി നക്ഷത്രക്കാരെ നന്നായി അനുഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നന്നായി അയ്യപ്പനെ ഭജിക്കുക, അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, എല്ലാം ചെയ്യുക. ഇവർക്ക് വളരെയധികം പുരോഗതി എല്ലാ മേഖലയിലും കാണാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്ക് കായിക മേഖല, കർമ്മമേഖല, സാമ്പത്തികം തുടങ്ങി എല്ലാ മേഖലകളിലും ഇവർക്ക് വൻ പുരോഗതിയാണ് കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് മകീര നക്ഷത്രം. മകീര നക്ഷത്രത്തിന് ഇവരുടെ ജീവിതത്തിൽ കുറേ ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം ഇതുവരെ ഉണ്ടായിരുന്നു. ഇനി ഇതെല്ലാം മാറി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്ന ഏറ്റവും നല്ല അടുത്ത നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാർ. ഇവർക്ക് ഇതുവരെ അനുഭവിച്ച കഷ്ടനഷ്ടങ്ങളെല്ലാം മാറി പുതിയൊരു ജീവിതമാർഗം മാറിമറിയുന്നത് പോലെയാണ് ഇനി വരാൻ പോകുന്നത്. മകീര നക്ഷത്രക്കാർക്ക് സമയം വളരെ അനുകൂലമായിട്ട് വരുന്നൊരു സമയമാണ്. തൊഴിൽ മേഖലയിൽ ഉയർച്ച, ധനാഗമനം എല്ലാം. വൃശ്ചിക മാസം നിങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ മാസമായിട്ടാണ് കാണപ്പെടുന്നത്. അയ്യപ്പനെ നന്നായി പ്രാർത്ഥിക്കുക. അപ്രതീക്ഷിത മാറ്റം തന്നെയാണ് ഇവർക്ക് സംഭവിക്കുക. കർമ്മമേഖല, എല്ലാ മേഖലകളിലും, വിദ്യാഭ്യാസ മേഖല, എല്ലാ മേഖലകളിലും മകീര നക്ഷത്രക്കാർക്ക് വളരെയധികം ഉന്നതിയാണ് കാണപ്പെടുന്നത്. അടുത്ത നക്ഷത്രം പൂയ നക്ഷത്രം. പൂയ നക്ഷത്രക്കാർ കുറേ മാനസിക വിഷമങ്ങൾ അനുഭവിച്ചിരുന്നവരായിരുന്നു. ഒരുപാട് സങ്കടങ്ങൾ, സംഘർഷങ്ങൾ കുറേയധികം അനുഭവിച്ചിരുന്നു. എല്ലാ ആളുകളുമില്ല, ഈ പൂയ നക്ഷത്രത്തിലെ ചില ആളുകൾ ഇതെല്ലാം അനുഭവിച്ചിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് അവർക്ക് ആകെ മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. സന്തോഷവും സമാധാനവും സമൃദ്ധി, ഉയർച്ച, ജോലി എല്ലാം നന്നായി വരുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകും. ഇതുവരെ തനിച്ചായിരുന്നു എന്നൊരു ചിന്ത കൊണ്ട് വിഷമം, ആകെ കഷ്ടനഷ്ടങ്ങളായിരുന്നു ഈ പൂയ നക്ഷത്രക്കാർക്ക്. അതെല്ലാം മാറി ഇനി ഭാവിയിൽ ഇവർ വളരെയധികം ഉന്നതിയിലെത്തുന്ന, സ്വപ്നങ്ങൾ പൂവണിയുന്നൊരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. വൃശ്ചിക മാസം പൂയ നക്ഷത്രത്തിന് വളരെയധികം അനുകൂലമായ സമയമാണ്. ഇവരെ താഴ്ത്തി പറഞ്ഞവരെ എല്ലാവരും പുകഴ്ത്തി പറയുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഭഗവാൻ അയ്യപ്പസ്വാമിയെ നന്നായി പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമി പൂയ നക്ഷത്രക്കാരുടെ കൂടെ തന്നെയുണ്ട്. സർവ്വ ഐശ്വര്യങ്ങളും ഇവർക്ക് വരാൻ പോകുന്നു. അടുത്തത് തിരുവാതിര നക്ഷത്രം. ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് രോഗദുരിതങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, പങ്കാളിയുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, ഇങ്ങനെ പല കാര്യങ്ങളും, തടസ്സങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു ഇത്രയും കാലം. എന്നാൽ ഇതിനെല്ലാം ഒരു മാറ്റം വരുന്നു. ഇനി സൗഭാഗ്യത്തിൻ്റെ മാസമാണ്. ബുദ്ധിമുട്ടുകളെല്ലാം മാറി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നന്നായി ലഭിക്കുന്ന ഒരു നക്ഷത്രം, മറ്റൊരു നക്ഷത്രമാണ് തിരുവാതിര. ഇവർ നന്നായി അയ്യപ്പസ്വാമിയെ ഭജിക്കുക, പ്രാർത്ഥിക്കുക, അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, എല്ലാം നടത്തുക. സൗഭാഗ്യത്തിൻ്റെ മാസം, സന്തോഷകരമായ മാറ്റം, സമൃദ്ധി, ധനാഗമനം, കർമ്മരംഗത്ത് പുരോഗതി എല്ലാം തിരുവാതിര നക്ഷത്രക്കാർക്ക് എല്ലാം കൊണ്ടും നല്ല ഉന്നമനത്തിനെത്തുന്ന സമയമാണ്. അടുത്ത ഭാഗ്യമുള്ള മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് ഉത്ര നക്ഷത്രമാണ്. ഇവർക്കും ഇതേപോലെ വളരെയധികം സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇത്രയും കാലം. ഇനി ഇതെല്ലാം മാറി വൃശ്ചികത്തോടുകൂടി ഇവർ ഒറ്റപ്പെട്ട് മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ച് ഇതെല്ലാം മാറി എല്ലാ കാര്യത്തിലും ഇവർക്ക് നല്ലൊരു പുരോഗതിയാണ് വരാൻ പോകുന്നത്. വൃശ്ചിക മാസം ഇവരുടെ സ്വന്തം മാസമായിട്ടാണ് കാണപ്പെടുന്നത്. മഹാഭാഗ്യം, സമൃദ്ധി, സമാധാനം, സന്തോഷം, കുടുംബത്തിൽ ഉള്ള എല്ലാ വിഷമങ്ങളും മാറി ഇവർ പൂർണ്ണ സന്തോഷകരന്മാരായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അടുത്തതായി അത്തം നക്ഷത്രക്കാർ. അത്തം നക്ഷത്രക്കാർ ഇത്രയും കാലം മനപ്രയാസം കൂടുതലുള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. നിരാശ, സങ്കടം, തടസ്സം ഇതെല്ലാം അവർക്കുണ്ടായിരുന്നു. സാമ്പത്തിക ബാധ്യത എന്നിവയെല്ലാം ഈ അത്തം നക്ഷത്രക്കാരെ ബുദ്ധിമുട്ടിച്ചിരുന്നതാണ്. ഇതിനെല്ലാം ഒരു അറുതിയാണ് വരാൻ പോകുന്നത്.
അടുത്ത മാസം അതായത് വൃശ്ചിക മാസം നിങ്ങളുടെ സമയമാണ്. എല്ലാ കാര്യങ്ങളും നന്നായി വരുന്ന സമയമാണ്. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം വളരെയധികം കിട്ടുന്നൊരു നക്ഷത്രം കൂടിയാണ് അത്തം. അതുകൊണ്ട് തന്നെ വൃശ്ചികത്തിൽ സങ്കടം, സമാധാനം, എല്ലാ കാര്യത്തിനും ഒരു അറുതി വരുത്തി സമാധാന ജീവിതം, നല്ല അന്തരീക്ഷം എല്ലാം മാറി വരുന്നൊരു സമയമാണ്. മഹാഭാഗ്യം കടന്നു വരുന്ന സമയമാണ്. എല്ലാ സൗഭാഗ്യങ്ങളും ഈ അത്തം നക്ഷത്രക്കാർക്ക് വരുന്നതാണ്. അടുത്ത നക്ഷത്രമായി വരുന്നത് മകം നക്ഷത്രം. കരഞ്ഞ് തീർക്കുക എന്ന് പറയാറില്ല, അതുപോലെ വളരെ ദുർഘടം പിടിച്ച പാതയിൽ കൂടെയാണ് ഇവർ ജീവിച്ചു വന്നിരുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു, തടസ്സം, ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടായിരുന്ന ഇത്രയും കാലം ഇവർ അനുഭവിച്ചിരുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം ഒരു അറുതി വരികയാണ്. തടസ്സങ്ങളെല്ലാം മാറി ഇനി നേട്ടത്തിൻ്റെ സമയമാണ് ഇവർക്ക് വരാൻ പോകുന്നത്. വൃശ്ചിക മാസത്തിൽ എല്ലാം നേടാൻ പറ്റും. മഹാഭാഗ്യം നിങ്ങൾക്ക് വരികയാണ്. അപ്രതീക്ഷിതമായ മാറ്റമാണ് വരുന്നത്. എല്ലാ മേഖലയിലും വളരെ നല്ല പുരോഗതിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. സാമ്പത്തികമായി, ജോലി സംബന്ധമായി, വീട്ടിലെ സമാധാനം എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇതുവരെ അനുഭവിച്ച എല്ലാറ്റിനും അറുതി വരുന്ന സമയമാണ്. നിങ്ങൾ അയ്യപ്പസ്വാമിയെ ഭജിക്കുക, അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, എല്ലാം ഭംഗിയായി വരുന്നതാണ്. അടുത്തതായിട്ടുള്ള വേറൊരു നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർ ഇത്രയും കാലം പരാജയം, നഷ്ടം, തടസ്സം, ഇങ്ങനെ പല സംഘർഷങ്ങളോടെ ജീവിച്ചു വന്നവരാണ്. ഇവയ്ക്കെല്ലാം ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. ഇത് നിങ്ങളുടെ സമയമാണ്. വൃശ്ചിക മാസം എല്ലാം മാറി മറിയും. സൗഭാഗ്യം വരും. എല്ലാ കാര്യങ്ങൾക്കും വിജയമാണ് വരാൻ പോകുന്നത്. സാമ്പത്തികമായി പുരോഗതി, ജോലി തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ജോലി കിട്ടാത്തവർക്ക് വിവാഹം മുടങ്ങിക്കിടക്കുന്നത് അത് ശരിയാവും. എല്ലാ കാര്യത്തിലും വൃശ്ചിക മാസം ഈ പൂര നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അയ്യപ്പസ്വാമിയെ നന്നായി ഭജിക്കുക, അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, എല്ലാം ശുഭമായി വരുന്നതാണ്. അടുത്ത നക്ഷത്രം പുണർദ നക്ഷത്രമാണ്. പുണർദ നക്ഷത്രക്കാർ കുറേയധികം കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചവരാണ്. ഒറ്റപ്പെടൽ, സംഘർഷം, മാനസിക വിഷമങ്ങൾ, ഇങ്ങനെ പല സംഭവങ്ങളും അനുഭവിച്ച് ഒറ്റപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനെല്ലാം മാറ്റം വരുന്ന സമയമാണ്. ഇനി നിങ്ങളുടെ സമയമാണ്. എല്ലാം മാറി പുതിയൊരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് വരുന്നത്. മഹാഭാഗ്യം നിങ്ങളെ തേടി വരുന്നതാണ് വൃശ്ചിക മാസത്തിൽ. അയ്യപ്പസ്വാമിയുടെ നല്ലതായിട്ടുള്ള അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്ക് കാണുന്നതാണ്. എല്ലാ മേഖലയിലും സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാ കാര്യങ്ങളിലും ഈ നക്ഷത്രർക്ക് വളരെയധികം പുരോഗതിയാണ് കാണപ്പെടുന്നത്. അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, അയ്യപ്പനെ ഭജിക്കുക, എല്ലാം ചെയ്യുക. നിങ്ങളുടെ കാലഘട്ടമാണ്. നിങ്ങൾ വിജയിച്ചു കൊണ്ടേയിരിക്കും. ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും മാറ്റം വരികയാണ്. ഇനി നിങ്ങളുടെ സ്വന്തം സമയമാണ്. എല്ലാം ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യുക. എല്ലാം ശുഭകരമായിരിക്കും.